ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനമായതോടെ നഗരസഭാ ശുചീകരണവും പുരോഗമിക്കുകയാണ്. 3000-ലധികം തൊഴിലാളികളെയാണ് ശുചീകരണ ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. രജിത് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വലിയ കടമ്പയാണ് ഇനി കടക്കാനുള്ളത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നഗരസഭ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അത് ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കാല തളിക്കൽ കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഡെപ്യൂട്ടി മേയറാണ് ആശാനാഥ്. നമസ്കാരം. എല്ലാ ഒരുക്കങ്ങളും പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ പലതവണ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ക്ലീനിങ് ആണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി പൊങ്കാലയ്ക്ക് ശേഷം വരുന്നത്. അതിനുള്ള എത്രത്തോളം ഒരുക്കങ്ങളാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നമ്മുടെ പൊങ്കാല നിവേദിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഇപ്പോൾ ഞാൻ നഗരസഭ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നഗരസഭ പരിസരത്ത് പൊങ്കാല നിവേദിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ക്ലീനിങ് ആരംഭിച്ചു. കല്ലെടുത്ത് മാറ്റിയിട്ട് ബാക്കി ക്ലീനിങ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളൊരു 70% തന്നെ കഴിയും. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഫുൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് ഏകദേശം 58ഓളം വാർഡുകളിലാണ് പൊങ്കാലകൾ ഉള്ളത്. അപ്പോൾ ഇത്രയും വാർഡുകളിൽ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ വിവിധ സർക്കിളിലുള്ള HIമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം ജീവനക്കാരാണ്, അധിക ജീവനക്കാരെ വേണ്ടി വന്നു? എങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ്ങിനുമായിട്ട്? ഒട്ടനവധി എല്ലാ സർക്കിൾ ഓഫീസുകളുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, JHIമാർ, അതുപോലെ ശുചീകരണ തൊഴിലാളികളും ഒക്കെ തന്നെ എല്ലാവരും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ താല്പര്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്നവരും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ കാരണം നമ്മുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നാളെ തിരുവനന്തപുരം നഗരസഭ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മാലിന്യത്തിൽ ഉള്ള ഒരു തിരുവനന്തപുരം ആകരുത്, പൂർണ്ണമായും വൃത്തിയുള്ള ഒരു തിരുവനന്തപുരം ആയിരിക്കണം എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും എത്ര അർജൻറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളിലും എനിക്കൊന്ന് ആറ്റുകാൽ ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകുകയാണ്. ഇവിടെ മാഡം നേതൃത്വം നൽകുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആളുകളെ അങ്ങനെ വിന്യസിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലാ സോണൽ ഇപ്പോൾ പാളയത്ത് നമ്മുടെ ക്ഷേമകാര്യ കമ്മിറ്റി സ്റ്റാൻഡിങ് ചെയർപേഴ്സണാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം നഗരസഭ ഭാഗത്തൊക്കെ വരുന്നത് ഞാൻ ഡെപ്യൂട്ടി മേയർ ഞാൻ നോക്കുന്നു. ആറ്റുകാൽ പരിസരത്തൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ നമ്മുടെ തമ്പാനൂർ ഭാഗത്തൊക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ, അത് സ്റ്റാച്യൂവിൽ നമ്മുടെ ടാക്സ് അപ്പീൽ കാര്യ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ചെയർപേഴ്സന്മാരുടെ നേതൃത്വത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ഒരു 3-4 മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം നഗരസഭ പരിസരത്തുള്ള എല്ലാ ഭാഗത്തിലും മാലിന്യങ്ങളൊക്കെ തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരിക്കുക. ഈ ഒരു കട്ടയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇനി അതിൻ്റെ ഒരു കട്ടകളൊക്കെ തന്നെ നമ്മളിപ്പോൾ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ മേയർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. തന്നെയാണ് നഗരസഭയുടെ ക്ലീനിങ്. അത് വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു എന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊങ്കാല തളിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ക്ലീനിങ് പരിപാടികൾ ആരംഭിച്ചു. കട്ടകളൊക്കെ ഇഷ്ടിക കട്ടകളാണ്. അവ ഇനി പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ അവ കൃത്യമായി ഒരിടത്ത് സ്വരൂപിച്ചതിന് ശേഷം അവ കൃത്യമായി തന്നെ ഉപയോഗിക്കാനാണ് നഗരസഭ തയ്യാറെടുക്കുന്നത്. നേരത്തെ ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചതുപോലെ നാളെ നഗരം കണ്ണു തുറക്കുമ്പോൾ ക്ലീനായി നഗരം ഇരിക്കുക, അതുതന്നെയാണ് ലക്ഷ്യം. അതിനുള്ള പ്രയത്നത്തിലാണ് ഏകദേശം 3000-ഓളം വരുന്ന തൊഴിലാളികൾ. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.